അങ്ങനെ CR7 ഒറ്റപ്പെടുന്നു. കളിക്കളത്തിൽ അണ്ണന് ആരും പന്ത് നൽകുന്നില്ല. ഒരു മികച്ച അസിസ്റ്റിലൂടെയെങ്കിലും കളിക്കളത്തിൽ മിന്നുന്ന ഫോമിലേക്ക് കുതിച്ചുയരാനുള്ള ഒരു അവസരം ഒരിടത്തുപോലും സാധ്യമാകുന്നില്ല. എല്ലാവരും ചേർന്നിട്ട് അദ്ദേഹത്തിന് ഇടിച്ച് താഴ്ത്തി ഇല്ലാതാക്കി മാറ്റുകയാണ്. ഇങ്ങനെ തരത്തിലുള്ള ഒരുപാട് ആരാധകരുടെ നെഞ്ചുപൊട്ടുന്ന രോഷങ്ങൾ, കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് നിറഞ്ഞു കണ്ടു. ഞാൻ പോർച്ചുഗലിൻ്റെ കോങ്കയായിട്ടുള്ള മത്സരം കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു ഫീല് തോന്നി. ശരിയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ നല്ലതുപോലെ ആ കളിക്കളത്തിൽ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങി മാറിപ്പോകുന്നുണ്ട് എന്ന് തോന്നിപ്പോയി. അതിന് ഉത്തരവാദി ആരാണെന്ന് ഉള്ള ഒരു തർക്കം ഇങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷേ പോർച്ചുഗൽ എന്ന ടീം ഇപ്പോൾ വേൾഡ് കപ്പിലേക്ക് വരാനിരിക്കുന്ന ആ വേളയിൽ തന്നെ ഒരുപാട് ഫ്ലെക്സുകൾ നമ്മുടെ കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും ഇന്ത്യയിലൊട്ടാകെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് പോർച്ചുഗൽ എന്ന ടീം സെറ്റാണ്, ഒറ്റക്കെട്ടാണ്, ഈ ടീമിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല, ഒരു മെയ്യോടുകൂടി ഒരു മനസ്സോടുകൂടി അങ്ങോട്ട് അക്കമഴിഞ്ഞ് കളിക്കുന്ന ടീം, അങ്ങനെ തരത്തിലുള്ള ഓരോ സംസാരങ്ങളൊക്കെ ഓരോ ഭാഗത്തുനിന്ന് ഉയർന്നു കേട്ടു. പക്ഷേ അപ്പോൾ പോലും ഈ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന ഈ മനുഷ്യൻ റൊണാൾഡോയെ പിന്നിൽ നിന്ന് കുത്താൻ നടക്കുന്ന കട്ടപ്പയാണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന തരത്തിലുള്ള ഒരു വാർത്തകളും കേട്ടിരുന്നില്ല. പക്ഷേ കോങ്കോ എന്ന രാജ്യം ഫുട്ബോൾ ലോകത്ത് പ്രശസ്തമല്ല. എന്നിട്ടും ആ രാജ്യത്തിന് മുന്നിൽ സമനിലയിൽ കുരുങ്ങി വീണുപോയ പോർച്ചുഗലിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അതിലെ നായകനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ശോഭയുള്ള മനുഷ്യൻ്റെ മുഖം ഒന്ന് വാടിക്കണ്ടപ്പോൾ ഒരുപാട് പേര് ദുഃഖിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടീമിന് കേരളത്തിൽ എന്ന് മുതൽക്കാണ് ഫാൻസിൻ്റെ ഒരു തിക്കി തിരഞ്ഞുള്ള ആ ഒരു വരവുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം കാലമൊന്നും ആയിട്ടില്ല. ഒരു 2010 ആ വേൾഡ് കപ്പ് മുതൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസ് ഇങ്ങനെ പൊട്ടി തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം പതുക്കെ പക്ഷേ ആരെ കണ്ടിട്ടാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനെ എല്ലാവരും നെഞ്ചിലേറ്റിയതെന്ന് അറിയാമോ? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ കണ്ടിട്ട് മാത്രമാണ്. ആ മനുഷ്യനുണ്ടായത് കൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫുട്ബോൾ ടീമിനെ ഹൃദയത്തിലേറ്റുന്നത്, അവർ ശിരസിലേറ്റുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡാൻസ് ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ ലാസ്റ്റ് ഡാൻസ് ആണ് ഈ വേൾഡ് കപ്പ്. അപ്പോൾ അതിനെ ഗംഭീരമാക്കി മാറ്റാനായിട്ട് കൂടെ നിൽക്കുന്ന സഹ കളിക്കാരും കൂടി ഒരു സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആ കളിക്കളത്തിൽ മികവാർന്ന അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു മനസ്സോടുകൂടി കളിക്കേണ്ട ഗെയിം തന്നെയാണ്. അതിലൊരുവൻ മാത്രം ഗോളടിക്കരുത്, ഞങ്ങളെല്ലാവരും സ്വന്തം വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മാത്രമായിട്ട് പന്ത് തട്ടുകയുള്ളൂ, ആ ഒരു തീരുമാനത്തോടു കൂടി ഫുട്ബോൾ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ആട്ടപ്പടലം മൂഞ്ചും. ആ ഒരു ചെറിയതായിട്ടാണെങ്കിൽ പോലും അത് എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്തു പോർച്ചുഗലിൻ്റെ കളി കണ്ടപ്പോൾ. ഈ തരത്തിലുള്ള ഒരു പോർച്ചുഗൽ ടീമായിട്ടാണ് പോർച്ചുഗലിൻ്റെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ പോർച്ചുഗലിൽ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ആയിപ്പോയി. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന് മികവാർന്ന നീക്കങ്ങൾ ഉണ്ടാവണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അദ്ദേഹം മികവാർന്ന ഒരു കളിക്കാരൻ തന്നെയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായ രീതിയിൽ അസിസ്റ്റ് ഒന്നും കൊടുക്കാൻ സാധിച്ചിരിക്കില്ലായിരിക്കാം. അത് എന്തോ ആവട്ടെ, കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് ഒന്നും പോകേണ്ട കാര്യമില്ല. ഈ ടീമിൽ നിന്ന് ഇനി ഒരാളെ നുള്ളിക്കളയാനോ കിള്ളിക്കളയാനോ സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ കോച്ച്, പോർച്ചുഗലിൻ്റെ കോച്ച് മാർട്ടിനസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ ടീം സെറ്റാക്കി അല്ലെങ്കിൽ സെറ്റാണെന്നൊക്കെ പറഞ്ഞ് പരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ എത്രയൊക്കെ നിങ്ങൾ വിജയങ്ങൾ തേടിപ്പിടിച്ചെടുത്താലും അതൊന്നും സമ്പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലാസ്റ്റ് ഡാൻസ് ആണിത്. ഇത് അടിപൊളിയാക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിർത്തേണ്ടതാണ്. അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തി ഇല്ലാതാക്കി കളയരുത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഒരു തീയാണ്, തീപ്പൊരിയാണ്. അദ്ദേഹത്തിന് നല്ലതുപോലെ എന്താ പറയണേ ഊതി കാച്ചിയെടുത്തേണ്ടല്ല, അദ്ദേഹം ഒരു പർവ്വതം കണക്ക് നിന്ന് കത്തും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങൾ വെച്ച് പോര് വെച്ച് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിടത്ത് എത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അത് എടുത്ത് പറയേണ്ടതാണ്. ഇനി വരുന്ന മത്സരങ്ങളിൽ ഞങ്ങൾ ഒരു ഗോൾ നേടിയതിന് ശേഷം പതുക്കെ ഗോളടിക്കാമെന്നുള്ള ആ തന്ത്രമൊക്കെ ഉപേക്ഷിച്ച് കാട്ടിക്കളയേണ്ടതാണ്.
പോർച്ചുഗൽ ടീമിൽ ഒരുപാട് മികവാർന്ന കളിക്കാരുണ്ടായിട്ടുണ്ട്. പോർച്ചുഗൽ ടീം അങ്ങനെ ഇങ്ങനെ എന്താ ഊതിയാൽ കാറ്റത്ത് പറന്നു പോകുന്നൊരു ടീമൊന്നുമല്ല. ഒരുപാട് മികവാർന്ന കളിക്കാരുണ്ടായിട്ടുണ്ട്. ലൂയിസ് വിഗോ, ഡെക്കോ, നാനി, പെപ്പെ, ഒരുപാട് കളിക്കാർ. അവർക്കൊപ്പം എല്ലാ കാലത്തും നിലനിന്ന് കളിച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ മനുഷ്യൻ ഒരിക്കലും തളർന്നു പോകാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യനാണ്. അതുപോലെ ജീവിതത്തിൽ തീയാർന്ന് ഉയർന്ന മനുഷ്യനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പം അങ്ങേര് ഒരു മത്സരത്തിൽ ഇന്ന് മങ്ങിപ്പോയി, അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയില്ല, അദ്ദേഹം പന്തിന് വേണ്ടിയിട്ട് എന്താ പറയുക എതിർ ടീമിൻ്റെ പോസ്റ്റിൽ വന്ന് കട്ടൻ ചായ കുടിച്ചിരിക്കുകയാണ്, ആ തരത്തിലുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞ് എന്താ പറയണേ മോശമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കുതിച്ചുയരും. പക്ഷേ ടീമിൻ്റെ അകത്ത് ഒരു സംഘടിതമായ ഒരു ബലം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ഒരിക്കലും നല്ലതല്ല. പിന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു തരത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തരത്തിലുള്ള ഒരു വീഡിയോ. അത് ഞാനിവിടെ ഒന്ന് പങ്കുവയ്ക്കുന്നു. ഒന്ന് കണ്ടു നോക്കട്ടാ. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില കളിക്കാർക്ക് ചില തരത്തിൽ ചില അവസരങ്ങളിൽ ചില സാഹചര്യങ്ങളൊക്കെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്തോ ആകട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും അടിപൊളിയാവണം. ക്രിസ്ത്യാനോ റൊണാൾഡോ ചെറിയ മീനല്ല, അതൊരു വമ്പൻ തിമിംഗലം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ കൊടുത്ത് നിലനിർത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. തിയറി ഹെൻറി എന്ന മഹത്തായ ഫുട്ബോൾ താരം പറഞ്ഞു, ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വാർത്ഥത കാണിക്കുന്നു, അതാണ് ഇതാണെന്നൊക്കെ. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കാം. പക്ഷേ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയില്ല. കഴിഞ്ഞു പോയ മത്സരത്തേക്കാൾ മികവാർന്ന രീതിയിൽ പോർച്ചുഗൽ കുതിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞുപോയ മത്സരം കങ്കാരു എന്ന ടീമിനോടാണ് കളിച്ചത് എന്ന തരത്തിലുള്ള തമാശ കലർന്ന കമൻറ്റുകളൊക്കെ കണ്ടു. പക്ഷേ ഒരു ടീമിനെയും കുറഞ്ഞ രീതിയിൽ കാണാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എതിര് കളിക്കുന്നത് ഏത് രാജ്യമായാലും അതിന് വില കുറച്ച് കാണരുത്. അവരെ മികവാർന്ന രീതിയിൽ തന്നെ സമീപിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും എടുക്കേണ്ട കഴിവും കരുത്തും പുറത്തേക്ക് വരികയുള്ളൂ. അത് പോർച്ചുഗൽ ടീമിൻ്റെ പരിശീലകൻ മനസ്സിലാക്കേണ്ടതാണ്, അംഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ. പോർച്ചുഗൽ ഫാൻസ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞിങ്ങനെ അടിയുണ്ടാക്കി ടീമിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഇല്ലാതാക്കി കളയരുതെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു.